ഹലോ പവിത്രത്തിലെ വിക്രത്തിൻ്റെയും വേദയുടെയും കുറച്ച് വിശേഷങ്ങളായല്ലോ. അങ്ങനെ വേദയുടെ മകള് നൂലിട്ട് ആ ഒരു ചടങ്ങാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ തരുണാണ് അവിടെ എല്ലാം വീട്ടിലെല്ലാം ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ് കേട്ടോ. കുറേ അലങ്കാരം ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് വേദ തിരക്കുന്നത് എന്താ സംഭവം എന്നപ്പോൾ പറയുന്നത് പോലെ എൻ്റെ മോളുടെ ആ ഒരു ചടങ്ങ് വിപുലമാക്കണമെന്ന് രാധികയ്ക്ക് അന്നേ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുപോലെ രാധിക കണ്ടുവച്ചൊരു പേര് കൂടി പറയുന്നുണ്ട്, ഗൗരി. അപ്പോൾ അത് വിപുലമാക്കി ആ ഒരു ആഘോഷമാക്കണം, അവളുടെ ഒരു ആഗ്രഹമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഒരുക്കങ്ങളൊക്കെ അവിടെ പൂർത്തിയാവുകയാണ്. അതിന് രാവിലെ ഒരുപാട് ഗസ്റ്റുകളെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ മോളെ കുളിപ്പിച്ച് ഒക്കെ ഒരുക്കി അതൊരു ചടങ്ങ് തന്നെയാണ് കേട്ടോ. വേദ ഭയങ്കര സന്തോഷത്തോടുകൂടി ആ ഒരു ആസ്വദിച്ചിട്ടാണ്, വളരെയധികം ആസ്വദിച്ചിട്ടാണ് ആ ചടങ്ങൊക്കെ ചെയ്യുന്നത്. കുളിപ്പിച്ചെല്ലാം ഒരുക്കി സേതുവമ്മയും കൂടെയുണ്ട്, എല്ലാം റെഡിയാക്കി ഒരുക്കുവാണ്. ആ ഒരു സമയത്ത് തന്നെ തരൻ വന്നിട്ട് മോളെ വേദയുടെ അനുവാദമൊന്നും ചോദിക്കുന്നില്ല, മോളെ എടുത്തിട്ട് അങ്ങ് പോവുകയാണ്. ഈ ഒരു സമയത്ത് വേദയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. തൻ്റെ അനുവാദമില്ല തൻ്റെ മോളെ എടുത്തിട്ട് പോകുന്ന കണ്ടപ്പോൾ. അപ്പോൾ ആ ഒരു വിഷമം സേതുലക്ഷ്മിക്ക് മനസ്സിലാവുന്നുണ്ട്. സേതുലക്ഷ്മി എന്ന് പറയുന്നത്, മോനെ ഇപ്പോൾ അപ്പുറത്തെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാകും, അതിൻ്റെ തിരക്കുകയാണല്ലോ, മോൻ അവരെ ചെന്ന് അവരെയൊക്കെ സ്വീകരിച്ചിരുത്തും, മോള് ഇവിടെ ഇരിക്കട്ടെ, പാല് കുടിക്കട്ടെ എന്നും പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് ഇനി പോരുവാണ് കേട്ടോ. എടുത്തുകൊണ്ട് വന്ന് വേദയുടെ കൊടുക്കുന്നുണ്ട്. വേദയ്ക്ക് അന്ന് സമാധാനമായി. അങ്ങനെ വേദ മോളെ ഒരുക്കുകയൊക്കെ ചെയ്യുകയാണ്. വേദ കയ്യിൽ വെച്ചിട്ട് ആ ഒരു വിഷമം, കാരണം തൻ്റെ ആ ഒരു മോൾക്ക് ഈ ഒരു സ്ഥിതി, പിന്നെ എങ്കിലും അഭയം തന്നൊരു വീടല്ലേ, മോൾക്ക് താമസിക്കാനും ഈ ഒരു സാഹചര്യത്തിൽ സുരക്ഷിതമായിട്ടൊരു പ്ലേസ് കിട്ടിയത് അത് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ആ ഒരു വിഷമം ഇതിലൂടെ മറക്കാൻ കഴിയുകയാണ്. അതുമാത്രമല്ല സേതുലക്ഷ്മി പറയുന്നുണ്ട്, ഇത് എൻ്റെ കുഞ്ഞു മോളെ മാത്രമല്ല ഞാൻ ഇങ്ങോട്ടേക്ക് സ്വീകരിച്ചത്, നിന്നെ കൂടിയാണ്. അതും എൻ്റെ സ്വന്തം മകളെ പോലെയാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് എൻ്റെ മോൻ്റെ മകളല്ല, എൻ്റെ മോളുടെ മകളാണ്. അതേ സ്നേഹവും അത് മോളെയും അതേ വേദയോട് ചേർത്തിട്ടാണ് പറയുന്നത്. അങ്ങനെ ഭയങ്കര സ്നേഹമാണ് അവർക്ക്. അതാണ് വേദയ്ക്ക് ഏറ്റവും വലിയൊരു ആശ്വാസം. പിന്നീട് കാണിക്കുന്നത് ആളുകളെല്ലാം ചടങ്ങിനെത്തുന്നുണ്ട്. അങ്ങനെ തരുണ് കുട്ടിയെ എടുത്തുകൊണ്ട് പോയി ആ ഒരു ചടങ്ങ്, നൂലുകെട്ടി ചടങ്ങ് നടത്തുകയാണ്. പേരിടുന്നത് വെറ്റയൊക്കെ എടുത്ത് ചെവിയിൽ വെച്ചതിന് ശേഷം ഗൗരി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ രാധിക കണ്ടുവച്ച പേര് തന്നെയാണ് മോൾക്ക് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ്. തരുണാണെങ്കിലും അതിലും സന്തോഷം, മോളുടെയുള്ള സ്നേഹം. അതിനുശേഷം രാധികയുടെ ഫോട്ടോയുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് മോളെ കാണിക്കുന്നുണ്ട്. മോളെ ഇതാണ് മോളുടെ അമ്മ, അമ്മയെന്ന് വിളിക്കും മോളെ, അമ്മയെന്ന് വിളിക്കും മോളെ എന്നൊക്കെ പറയണം. ഈ ഒരു സമയത്ത് അമ്മ മരിച്ചിട്ടാന്നല്ലേ പറയുന്നത്, അത് ആ ഫോട്ടോയുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് പെട്ടെന്ന് സേതുലക്ഷ്മി വന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഒരിക്കലും അങ്ങനെ അനാഥയാക്കരുത്. കാരണം മോള് വലുതാകുമ്പോൾ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്ന സമയത്ത് അവിടെ എല്ലാ കുട്ടികൾക്കും അച്ഛനമ്മമാരൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു സമയത്ത് മോൾക്ക് ആ ഒരു വിഷമം മനസ്സിലില്ല. ഇപ്പോഴേ അവളുടെ മനസ്സിൽ ആ ഒരു അനാഥത്വം ഉണ്ടാക്കി വെക്കരുത്. വലുതാകുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാമെന്നൊക്കെ പറയുമ്പോൾ തരൺ ചോദിക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ രാധികയുടെ പേര് പറയണ്ടേ, രാധികയുടെ മുന്നിൽ വെച്ച് ഞാൻ അവളെ കാണിക്കേണ്ടേ എന്ന് ചോദിക്കുകയാണ്. അതല്ല മോനെ, ഇപ്പോഴേ അവളുടെ മനസ്സിൽ ആ ഒരു അനാഥത്വം ഫീൽ ചെയ്യരുത്, അവളുടെ അമ്മയില്ലെന്നുള്ള ഒരു ഫീൽ ഉണ്ടാവരുത്. അതിന് പിന്നെ ഞാൻ ആരെ ചൂണ്ടിക്കാണിക്കണം, ആ സ്ത്രീയെ ചൂണ്ടിക്കാണിക്കണം എന്നൊക്കെ തരൺ ചോദിക്കുകയാണ് കേട്ടോ. തരൺ അറിയുന്നില്ലല്ലോ. അപ്പോൾ അതിനുശേഷം സേതുലക്ഷ്മി പറയുന്നു, വേണ്ട, കുറച്ച് കാലത്തോടെ നീ മോനൊന്ന് ക്ഷമിക്കുക, അതിനുശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം, നിനക്ക് ഓഫീസിൽ പോകാനുള്ള ടൈം ആയില്ലേ, നീ പൊയ്ക്കോന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മോളെ വാങ്ങിച്ചുകൊണ്ടങ്ങ് പോവുകയാണ്. ചെന്ന് വേദയുടെ കൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള രംഗങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ സന്തോഷമായിട്ട് തരുണ് ആ കുഞ്ഞിനെ അത്രയ്ക്കും സ്നേഹമായിട്ടാണ് വളർത്തുന്നത്. അതുപോലെ തന്നെ സേതുലക്ഷ്മി വേദയോടും അതേ സ്നേഹത്തിൽ തന്നെ പെരുമാറുന്നു. എങ്കിലും വേദയ്ക്ക് ഇതിൽ വലിയ സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം വേദയ്ക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നമാണ്. തൻ്റെ മകളെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഈ ഒരു മറ്റൊരു ആളുടെ കീഴിൽ അവർ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ മോളെ എടുക്കുകയും കൊണ്ടുപോവുകയും, വേദയൊക്കെ അതിനകത്ത് വലിയൊരു അധികാരം കിട്ടാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. എങ്കിലും സേഫായിട്ട് താമസിക്കാൻ സേതുലക്ഷ്മി ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടി, അതുകൊണ്ടാണ്. പിന്നീട് കാണിക്കുന്നത് കോടതിയാണ്. കോടതിയിൽ വിക്രത്തെ കൊണ്ടുവരുന്നു. വിക്രത്തിൻ്റെ വക്കീലായിട്ട് ശങ്കരനാരായൺ സാറാണ് വാദിക്കുന്നത്. അതുപോലെ എതിർഭാഗത്തെ വക്കീൽ എന്ന് പറഞ്ഞാൽ ദർശനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ശ്രീകാന്തും എല്ലാവരും ആ ഒരു എസ്റ്റേറ്റിലെ ആ ഒരു മുതലാളിയും അവരെയൊക്കെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിക്രമത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഓരോ കാര്യങ്ങൾ ചോദ്യം മനസ്സിലാക്കി ശങ്കരനാരായണൻ സാർ വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സേതുവിനെയും അതുപോലെ ഗീവർഗീസിനെയും ആ ഒരു പള്ളിയിലെ അച്ഛനെയും മേരിയും എല്ലാവരെയും കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. അവരുടെ എല്ലാം ഓരോ അഭിപ്രായങ്ങളും സാഹചര്യങ്ങളൊക്കെ ചോദിക്കുന്നത് എവിടെ വെച്ചാണ് കണ്ടത്, എങ്ങനെയായിരുന്നു വിക്രത്തിൻ്റെ സ്വഭാവം, കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇതുപോലെ പാവം പിടിച്ച ഒരു പയ്യനുണ്ടായിരുന്നില്ല, അതുപോലെ വേദ അത്രയ്ക്ക് പാവമായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും അവർ സത്യസന്ധമായിട്ട് ഗീവർഗീസും സേതുവിൻ്റെ അടുത്ത് ചോദിക്കുന്ന ആദ്യമായിട്ട് എവിടെ വെച്ചാൽ കണ്ടതെന്ന്
ചോദിക്കുമ്പോൾ സേതുവും കാര്യങ്ങളെല്ലാം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അവർ തുറന്ന് പറയുകയാണ്. ലാസ്റ്റ് സേതുവിനടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ വെച്ചാണ് വിക്രത്തെ ഫസ്റ്റ് കാണുന്നത് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണത്തിന്, ആ ഒരു കല്യാണം നടത്തിക്കൊണ്ടിരുന്നത് ഏറ്റെടുത്ത് നടത്തിയത് വിക്രം തന്നെയായിരുന്നു എന്നും കൂടെ അനിയൻകുട്ടൻ ഉണ്ടായിരുന്നുവെന്നും അനിയൻകുട്ടനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡിപ്രഷൻ പോലെ കാണിച്ചതും അന്നത്തേടം കൊണ്ട് ആ ഒരു മാനസിക നില റെഡിയായതും അതിനു മുമ്പേ പുളിക്കൻ്റെ ഒരു കൊലപാതകം അത് കണ്ട് പേടിച്ചിട്ടാണ് ഇങ്ങനെ ആയതെന്നും വിക്രം ഇങ്ങനെ ഒരു കൊല ചെയ്തെന്ന് ഇതുപോലെ വാസവൻ MLA വാസവൻ്റെ മകനെ കൊന്നെന്നുള്ളൊരു കേസിൽ യഥാർത്ഥത്തിൽ വിക്രം നിരപരാധിയാണെന്ന് വാസവന് മനസ്സിലായപ്പോൾ ആ കേസ് നിരുപാധികം വാസവൻ പിൻവലിച്ചതാണെന്നും എങ്കിലും സ്വസ്ഥമായിട്ട് താമസിക്കാൻ ആ ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവിൽ താമസമാക്കിയതാണെന്നും അതിനിടയിൽ മറ്റുള്ളവർ കടന്നു ചെന്നെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ വെളിപ്പെടുത്തുന്ന സമയത്ത് താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ശങ്കരനാരായണൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കക്ഷിയുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സമയത്ത് ദർശനെതിരെ ഇങ്ങനെ സ്റ്റോപ്പ് പറഞ്ഞ് കയറി വരുന്നുണ്ട്. അപ്പോൾ ശങ്കരനാരായണൻ സാറ് പറയുന്നുണ്ട്, അത് ഇവിടെ വെച്ച് കംപ്ലീറ്റ് ആവട്ടെ, കാര്യങ്ങളെല്ലാം മൊത്തം പറഞ്ഞു തരുമ്പോൾ അതിന് ശേഷം പറയുകയാണ്. അങ്ങനെ വിക്രത്തെ അവിടുന്ന് ജാമ്യത്തിൽ ഇറക്കാൻ ഉള്ള വലിയ സകല കാര്യങ്ങളും വിക്രത്തെ കേസിൽ നിന്ന് ഒഴിവാക്കി കിട്ടാനുള്ള സകല കാര്യങ്ങളും വരുത്തിക്കൊണ്ടാണ് ശങ്കരനാരായണ സാറ് വാദിക്കുന്നത്. അതിനെതിരായിട്ട് ദർശനം എന്ന് വെച്ചാൽ തൻ്റെ അച്ഛന് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ശ്രീകാന്തും എത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് പവിത്രത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. ഓക്കെ.